ധാരാവി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക ചെറിയൊരു പ്രദേശത്ത് വൃത്തിയില്ലാത്ത ചുറ്റുപാടുമായി നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്രയും ജനങ്ങളുടെ ജീവിതമാണ്. ചേരിയാണെങ്കിലും ആയിരക്കണക്കിന് ചെറുകിട ഉൽപാദന യൂണിറ്റുകൾ ഇവിടെയുണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ലെതർ പ്രൊഡക്ട്സ്, എംബ്രോയിഡറി ഡ്രസ്സസ്, മൺപാത്രങ്ങളെല്ലാം നിർമ്മിക്കുന്നു. മാത്രമല്ല ഇത് ഇന്ത്യയിലും ഇന്റർനാഷണൽ മാർക്കറ്റ്സിലും വിൽക്കുന്നുമുണ്ട്. ധാരാവി പുനരധിവാസ പദ്ധതിയെ കുറിച്ച് ഒരുപാടായി നമ്മൾ കേൾക്കുന്നതാണ്. ഇത് നടപ്പിലാക്കാൻ പോകുന്നത് ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പും മഹാരാഷ്ട്ര സർക്കാരും അദാനി ഗ്രൂപ്പും ചേർന്ന് രൂപീകരിച്ച നവഭാരത് മെഗാ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിലാണ് പദ്ധതി. ഇപ്പോഴിതാ ചേരി ആധുനിക സൗകര്യങ്ങളുള്ള ടൗൺഷിപ്പ് ആക്കി മാറ്റാനാണ് പ്ലാൻ. 95,790 കോടിയാണ് ധാരാവിക്കായുള്ള ഈ പ്ലാനിന് പ്രതീക്ഷിക്കുന്ന ചിലവ്. മാത്രമല്ല 7 years ആണ് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ഡ്യൂറേഷൻ. ഇനി അവിടെയുള്ള ജനങ്ങളുടെ കാര്യം. 2000 ജനുവരി 1 അതിനു മുൻപോ ഇവിടെ താമസിക്കുന്നവർക്ക് ഫ്ളാറ്റുകൾ സൗജന്യമായി നൽകും. 2010 ജനുവരി 1 താമസിച്ചവർക്ക് കുറഞ്ഞ നിരക്കിൽ ഇതേ താമസ സൗകര്യം കിട്ടും. അതിനുശേഷം വന്നവർ താമസത്തിന് യോഗ്യർ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ ജനങ്ങളും യോഗ്യരല്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനാണ് സാധ്യത. അപ്പോൾ ശരിക്കും ഈ ഡെവലപ്മെന്റ് ഇവിടെയുള്ളവർക്ക് ഗുണം ചെയ്യുമോ? ഈ പദ്ധതിയിലൂടെ അവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാവുകയല്ലേ? കമന്റ് യുവർ ഒപ്പീനിയൻ.